Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പോ ആ ഒരു മാജിക് ബൂ അതാണെങ്കിൽ ആനയും സുപ്രീം കായയും അങ്ങനെ അറ്റാക്ക് ചെയ്ത് താഴെ ഇട്ടിരിക്കുകയാണ്. മാജിക് ബൂവിനാൽ അറ്റാക്ക് ഏറ്റുവാങ്ങിയ ഡാബ്ര അവനാണെങ്കിൽ വീണ്ടും എഴുന്നേറ്റ് വന്ന് ഇപ്പൊ അവന്റെ ദേഹത്തേക്ക് കുന്തം വലിച്ചെറിയാണ്. പക്ഷെ അവനാണെങ്കിൽ ഹായ് ആയിട്ട് ആ കുന്ത ഊരിയെടുക്കും. അതിനുശേഷം അവനൊരു ബിസ്ക്കറ്റ് ആക്കി മാറ്റി മാജിക് ബൂ ആണെങ്കിൽ അങ്ങനെ വിഴുങ്ങും. അവൻ ബിസ്ക്കറ്റായി മാറേണ്ട താമസം അവൻ കല്ലാക്കി മാറ്റിയ പിക്കലോയും അതുപോലെ തന്നെ മൊട്ടപ്പനും അവർ രണ്ടുപേരും ബാക്ക് ടു നോർമൽ ആവും. മൊട്ടപ്പനാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ ട്രങ്ക്സിനും അതുപോലെ തന്നെ ഗോട്ടനും പറഞ്ഞു കൊടുക്കും. അവരാണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം കേട്ട് ഷോക്ക് ആവുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ വല്ലാത്ത ഭയം, കാരണം അവരാര് പുറത്തു വരരുത് ആഗ്രഹിച്ചോ അവനാണ് ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ബാബുടിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം, കാരണം ഇനി സുപ്രീം കായ് മാത്രമാണ് അവിടെ ബാക്കിയുള്ളത്. അവനെ ഞാൻ കൊല്ലാന്ന് പറഞ്ഞ് ആദ്യം ബാബുടി അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നീട് അത് ശരിയാവില്ല എന്ന് മനസ്സിലാക്കി ബാബുടി ആണെങ്കിൽ വീണ്ടും ഇപ്പോ മാജിക് ബൂനോട് തന്നെ അവനെ തിന്നാനായിട്ട് പറയാണ്. ഞാൻ നിന്നെ ഐസ്ക്രീം ആക്കണോ ജെല്ലിയാക്കി മാറ്റണം ചോദിച്ച് ഇപ്പോ മാജിക് ബൂ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വരും. പിക്കലോയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, പക്ഷെ എങ്ങനെയെങ്കിലും സുപ്രീം കായ് സേവ് ചെയ്യണമെന്ന് പിക്കലോയ്ക്കാണെങ്കിൽ ഒരുപാട് ആഗ്രഹം തോന്നും. ഒട്ടപ്പനാണെങ്കിൽ പിക്കലോട് പറയും, നീ എടുത്തു ചാടി ഒന്നും ചെയ്യാനായിട്ട് പാടില്ല. ഇവിടെ ആ മാജിക് ബൂ ആണെങ്കിൽ സുപ്രീം കായുടെ അടുത്തേക്ക് വരേണ്ട താമസം വലിയൊരു പൊട്ടിത്തെറി അവിടെ ഉണ്ടാവുകയാണ്. അവരെല്ലാവരും ഷോക്കായി തിരിഞ്ഞു നോക്കും. ബാബുടിയുടെ ആ സ്പേസ് ഷിപ്പ് അത് തകർന്നിരിക്കുകയാണ്. ബാബുടി ആണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, ഓ നോ, എന്റെ ആ ഒരു വലിയ സ്പേസ് ഷിപ്പ് ആരോ ബോധപൂർവ്വം തകർത്ത് കളഞ്ഞിരിക്കുകയാണ്. അത് ചെയ്തവന് ഒരു കാരണവശാലും മാജിക് ബൂ നീ വെറുതെ വിടാനായിട്ട് പാടില്ല. അത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ ചുറ്റും നോക്കും, അതാരാണ് ചെയ്തതെന്നറിയാൻ. അടുത്ത നിമിഷം വജീറ്റ ആണെങ്കിൽ അവരുടെ മുൻപിലേക്ക് വരും. വജീറ്റയെ കണ്ട ബാബുടി ആണെങ്കിൽ ഷോക്കാവും. ഓ നോ, നീയാണോ എന്റെ സ്പേസ് ഷിപ്പ് തകർത്തത്? അതിന് വജീറ്റ പറയും, അതെ, അത് തകർത്തത് കൊണ്ടാണ് വേഗം വരാൻ എനിക്ക് പറ്റിയത്. ദിയ, ഞാൻ നിനക്ക് ഒരുപാട് പവർ തന്നതല്ലേ, നീ എന്റെ സെർവന്റ് അല്ലേ, ഞാൻ പറയുന്നത് കേൾക്കുന്നതിന് പകരം നീ എനിക്കെതിരെ തിരിഞ്ഞുവല്ലേ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് ബാബുടി തീർത്തു പറയും. അതിന് വജീറ്റ പറയും, സത്യത്തിൽ നിന്റെ പവറൊക്കെ അടിപൊളിയാണ്, അത് വെച്ച് ഫൈറ്റ് ചെയ്യാനും നല്ല ഭംഗിയുണ്ട്. പക്ഷേ എനിക്ക് ഒരിക്കലും എന്റെ കൂടെ ഉള്ളവരെ ദ്രോഹിക്കാനായിട്ട് കഴിയില്ല. എന്റെ ഗൊഹാനെ നീ ഇല്ലാതാക്കിയല്ലേ എന്ന് പറയും. അത് കേട്ട് ഇവിടെ പിക്കലോ ആണെങ്കിൽ ഷൗക്കാവും. ഇതാണെങ്കിൽ അത് അവന്റെ പപ്പയാണെന്ന് തിരിച്ചറിയും. അതിനുശേഷം പിക്കലയോട് ട്രങ്ക്സ് അച്ഛൻ വെജീറ്റ ആളെന്താണ് സംസാരിക്കുന്നതെന്ന് ചോദിക്കും. പിക്കലോയ്ക്കാണെങ്കിൽ എന്ത് മറുപടി പറയണമെന്ന് അറിയില്ല. പിക്കലോയ്ക്കാണെങ്കിൽ അവന്റെ ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ മുൻപോട്ടേക്ക് വരും. ഇവൻ എന്നെ ഹേർട്ട് ചെയ്തെന്ന് പറഞ്ഞ് മാജിക് ബൂ അവന്റെ ബോഡിയിൽ നിന്ന് ഒരുപാട് എയർ എങ്ങനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. വജീറ്റയ്ക്കാണെങ്കിൽ അവൻ നിസ്സാരക്കാരനല്ല എന്ന് മനസ്സിലാവും. ഇവന്റെ ഉള്ളിലും അല്പം പവറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് വജീറ്റ എന്തിനും തയ്യാറായിട്ട് നിൽക്കും. ബാബുടി ആണെങ്കിൽ ഇപ്പോ മാജിക് ബൂവിനോട് പറയും, ഇവൻ ധിക്കാരിയാണ്, ഇനി അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ കൊന്നുതള്ളു. ഇത് കേട്ട് മാജിക് ബൂ ആണെങ്കിൽ അവന്റെ ദേഹത്തൊക്കെ ആഞ്ഞടിച്ച് ഇപ്പോ വജീറ്റയെ തകർക്കാനായിട്ട് റെഡിയായിട്ട് നിൽക്കും. ട്രങ്ക്സ് ആണെങ്കിൽ വിളിച്ചു പറയും, അച്ഛ അവനെ വിടരുത്, ആ ഒരു മാജിക് ബൂയെ നിങ്ങൾ തന്നെ തകർക്കണം. ബാബുടി ആണെങ്കിൽ ഇപ്പൊ ദൂരേക്ക് മാറി നിന്ന് മാജിക് ബൂവിനോട് വിളിച്ചു പറയും, മാജിക് ബൂ എന്റെ ഫുൾ കരുത്തെടുത്ത് അവനെ ഇല്ലാതാക്ക്. വജീറ്റ ആണെങ്കിൽ മാജിക് ബൂവിനെ കാണുമ്പോൾ അത് ഗോകു ആയിട്ട് ഇമാജിൻ ചെയ്യാണ്. ഗോകു, എനിക്ക് നിന്നെ ഒട്ടും ഇഷ്ടമല്ല. ആദ്യം നിന്നെ കണ്ട സമയം മുതൽ ഞാൻ നിന്നെ ഒരുപാട് വെറുത്തു. എന്റെ ജീവൻ ആ വില്ലന്മാരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുത്തിയപ്പോ എനിക്ക് നിന്നോടുള്ള പകയും വെറുപ്പും ഇരട്ടിയായി. കാരണം ഞാൻ വെറും ഒരു യൂസ്ലെസ് ആണെന്നുള്ള ബോധ്യം എന്നിലേക്ക് വന്നു. ഞാൻ വംശത്തിന്റെ രാജകുമാരനാണ്, ഞാൻ ധീരനാണ്, ഞാൻ ആരുടെ മുൻപിൽ തോറ്റു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എപ്പോഴും ട്രെയിനിങ് എടുത്ത് മുൻപോട്ടേക്ക് വരുമ്പോൾ എന്നെ കഴിഞ്ഞ് ഒരു സ്റ്റെപ്പ് മുകളിലായിരിക്കും നീ ഉണ്ടാവുക. ഇനി അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നീ നന്നായിട്ട് വിശ്രമിക്ക്. ഈ മാജിക് ബൂ, ഈ മോൺസ്റ്ററിനെ, അതിനെ ഞാൻ തന്നെ തോൽപ്പിക്കും. ഒരുപക്ഷെ ഇതിനു ശേഷം ഞാനും ബാക്കി ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഞാൻ മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് മരിക്കില്ല, ഇവരെ എല്ലാവരും ഇല്ലാതാക്കിയതിന് ശേഷമേ ഞാനും മരിക്കുമെന്ന് പറഞ്ഞു വജീറ്റ ആണെങ്കിൽ അവന്റെ പവർ മുഴുവൻ ശക്തിയിൽ പുറത്തേക്ക് എടുക്കുകയാണ്. അതൊരു കൊടുങ്കാറ്റ് പോലെ അവിടെ ആഞ്ഞടിക്കും. ബൂനാണെങ്കിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ അവൻ പതിയെ നിരങ്ങി പുറകിലേക്ക് പോവാണ്. ബാബുടിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പൊ അവരുടെ സിനോടും ഗോട്ടനോടും പിക്കലോടും പറയും, ഇപ്പൊ എനിക്ക് അല്പം വിശ്വാസമൊക്കെ തോന്നുന്നുണ്ട് വജീറ്റയെ കൊണ്ട് അവനെ തോൽപ്പിക്കാൻ കഴിയുമെന്ന്. പിക്കലോയ്ക്കാണെങ്കിൽ അത്ഭുതം, വജീറ്റയ്ക്ക് എങ്ങനെ ഇത്രയും പവർ കിട്ടി? ആണെങ്കിൽ പതിയെ തലയുയർത്തി നോക്കും. വജീറ്റ അവൻ മരണം ഇരുന്ന് വാങ്ങുകയാണോ? അതേസമയം വജീറ്റ ആണെങ്കിൽ ഇവിടെ പറന്നു ചെന്ന് അവനെ അറഞ്ചം പുറഞ്ച് ഇട്ടിച്ചിടിച്ച് പുറകിലേക്ക് കൊണ്ടുപോകും. തൂക്കിയെടുത്ത് ദൂരേക്ക് എറിയാണ്. ബാബുടി ആണെങ്കിൽ ഞെട്ടും, ഓ നോ, ഈ വെജീറ്റയ്ക്ക് ഇത്രയധികം പവർ ഉണ്ടായിരുന്നോ? മാജിക് ബൂ അവനെ വിടരുതെന്ന് പറയും. മാജിക് ബൂ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന പഞ്ചിങ് മാർക്കെല്ലാം റിമൂവ് ചെയ്യും. അതിനുശേഷം വീണ്ടും വജീറ്റയ്ക്ക് നേരെ വരികയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോകു അവൻ പതിയെ കണ്ണു തുറക്കും. വജീറ്റ എവിടെയാണെന്ന് ചോദിക്കും. ഇവിടെ വജീറ്റ ആണെങ്കിൽ അവന്റെ അടുത്തേക്ക് വന്ന മാജിക് ബൂയെ പിടിച്ച് വലിച്ച് അങ്ങനെ തല്ലി താഴേക്ക് ഇടുകയാണ്. ബാബുടിക്കാണെങ്കിൽ അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി വരും. ഇതാണെങ്കിൽ വെജീറ്റയ്ക്ക് കട്ട സപ്പോർട്ട് കൊടുക്കും. കമോൺ അച്ഛന്റെ ഫുൾ പവർ കാണിക്ക്, അവനെ ഇല്ലാതാക്ക്. കട്ട് ചെയ്ത ഇവിടെ പിക്കലോ ആണെങ്കിൽ ഷോക്കാവും. അവൻ സൂപ്പർ സയന് മുകളിലുള്ള പവറിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു പവർ ഞാൻ കാണുന്നത്.
വെജീറ്റയാണെങ്കിൽ മാജിക് ബൂവിനെ തൂക്കിയെടുത്ത് ദൂരേക്കെറിയും. അതിനുശേഷം നിർത്താതെ അവനെ പഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പിക്കലോയ്ക്കാണെങ്കിൽ അവന്റെ കോൺഫിഡൻസ് കൂടും. വെജീറ്റയ്ക്ക് ഇപ്പൊ അവന്റെ പവർ മാത്രമല്ല, ആ ബാബുടി അവന് കൊടുത്ത പവറും കൂടെ അവനോടൊപ്പം ഉണ്ട്. അതുകൊണ്ടാണ് ഇത്രയും അൾട്ടിമേറ്റ് പവറിൽ അവനെ കൊണ്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നത്. ഇങ്ങനെ ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ മാജിക് ബൂവിനെ വെജീറ്റയ്ക്ക് തോൽപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എത്രയും വേഗം അവനത് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ വെജീറ്റയാണെങ്കിൽ മാജിക് ബൂവിനെ മുകളിലേക്ക് അടിച്ച് തെറിപ്പിച്ച് രണ്ട് കൈയും ചുരുട്ടി നിലത്തേക്ക് ആഞ്ഞടിക്കും. വെജീറ്റയാണെങ്കിൽ മാജിക് ബൂവിനെ തൂക്കിയെടുത്ത് താഴേക്ക് അങ്ങനെ വലിച്ചെറിയാണ്. ആ ഒരു അടിച്ചുള്ള വീഴ്ചയിൽ അതങ്ങനെ ഭൂമി തുറന്ന് താഴേക്ക് പോകും. ബാബുടി ആണെങ്കിൽ അതുകൊണ്ട് വണ്ടർ അടിക്കും. ഇവിടെ ട്രങ്ക്സ് ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. പോരാട്ടത്തിൽ എന്റെ അച്ഛനെ തോൽപ്പിക്കാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കും. ഇവിടെ ആ ഒരു വലിയ കുഴി കാണിക്കും. അവിടുന്ന് യാതൊരു അനക്കവും ഇല്ല. അടുത്ത നിമിഷം അവനാണെങ്കിൽ വലിയ പാറകള് അതെല്ലാം തന്നെ തട്ടിത്തെറിപ്പിച്ച് പുറത്തേക്ക് അങ്ങനെ ചാടി വരികയാണ്. അവനാണെങ്കിൽ അവന്റെ ബോഡിയിൽ വെജീറ്റ പഞ്ച് ചെയ്ത മാർക്കുകൾ എല്ലാം തന്നെ ഞൊടിയടയിൽ ഹീൽ ചെയ്ത് വീണ്ടും വെജീറ്റയുടെ അടുത്തേക്ക് ചാടി വരികയാണ്. ബാബുടി ആണെങ്കിൽ ഫുൾ കോൺഫിഡൻസിൽ വിളിച്ചു പറയും, എനിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു നീ തിരികെ വരുമെന്ന്. ഇതാണ് പറ്റിയ അവസരം, അവനെ വെറുതെ വിടാൻ പാടില്ല, അവനെ കൊന്നുകളാം. അത് കേട്ട് ഇപ്പോ ആ ഒരു മാജിക് ബൂം അവനാണെങ്കിൽ വെജീറ്റയുടെ അടുത്തെത്തും. വെജീറ്റ ആണെങ്കിൽ വീണ്ടും പവർ ക്രിയേറ്റ് ചെയ്ത് എതിർക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. ട്രങ്ക്സ് ആണെങ്കിൽ വിളിച്ചു പറയും, അച്ഛ അവനെ വിടരുത്, എത്രയും വേഗം അവനെ തകർത്തുകള. അത് കേൾക്കേണ്ട താമസം വെജീറ്റ ആണെങ്കിൽ വലിയൊരു പവർ ഉപയോഗിച്ച് അവനെ അട്ടിച്ച് തെറിപ്പിക്കും. അവന്റെ വയറ്റിൽ വലിയൊരു ദ്വാരം ഉണ്ടായി അനക്കം പോലും ഇല്ലാതെ അവനങ്ങനെ വീണ് കിടക്കുകയാണ്. ട്രങ്ക്സും അതുപോലെ തന്നെ ഗോട്ടനും നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. അവിടെയാണെങ്കിൽ വിളിച്ചു പറയും, എനിക്ക് നന്നായിട്ട് അറിയാം നീ മരണമില്ലാത്തവനാണെന്ന്, പിന്നെങ്ങനെ ഇത് സംഭവിച്ചു ചോദിക്കും. അടുത്ത നിമിഷം അവന്റെ ബോഡി അനങ്ങുകയാണ്. അത് കണ്ട് ട്രങ്ക്സ് ഞെട്ടും. ആണെങ്കിൽ വണ്ടർ അടിച്ച് അവനെ തന്നെ നോക്കും. അവൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വജീറ്റ അവനോട് ചോദിക്കും, നീ ശരിക്കും മരണമില്ലാത്തവനാണോ? അതിനവൻ പറയും, നീ എന്നെ വേദനിപ്പിച്ചു, നിന്നെ ഞാൻ ഇപ്പൊ കൊല്ലൂന്ന് പറഞ്ഞ് അവനങ്ങനെ ഡാൻസ് കളിച്ച് നിൽക്കും. ഉടനെ ബാബുടിയും ഡാൻസ് കളിച്ച് ഇപ്പോ മാജിക് ബൂവിനോട് പറയും, ഡാൻസ് ഒക്കെ അടിപൊളിയാണ്, എത്രയും വേഗം ആ വജീറ്റയെ കൊല്ല്, അവൻ നന്ദി കെട്ടവനാണ്. അതിനാ മാജിക് ബൂ ആണെങ്കിൽ അവന്റെ കംപ്ലീറ്റ് പവർ പുറത്തേക്ക് റിലീസ് ചെയ്ത് അങ്ങനെ റെഡായി മാറും. ബൂവിന് നിന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് അത് അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കും. അത് കണ്ട നമ്മുടെ ആൾക്കാർക്ക് ഭയം കൂടും. ഇതാണെങ്കിൽ വിളിച്ചു പറയും, എല്ലാം കയ്യിന്ന് പോയി, അവന്റെ കാറ്റ് പോയെന്ന് നമ്മൾ കരുതിയത് വെറുതെയാണ്, അവന് ഒരു കുഴപ്പമില്ല, അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. ഇവിടെയാണെങ്കിൽ വിളിച്ചു പറയും, ബൂ സൂക്ഷിച്ച് നീ നീക്കങ്ങളൊക്കെ നടത്താനായിട്ട് നോക്ക്. അടുത്ത നിമിഷം ബൂ ആണെങ്കിൽ അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാക്കും. പൊട്ടിത്തെറിക്ക് ശേഷം ബാബുടി ഒരു കൊമളയിൽ കവേർഡായി താഴേക്ക് വരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ സൂക്ഷിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന്. പിക്കലോ ആണെങ്കിൽ തകർന്ന മലകൾക്കിടയിലൂടെ പുറത്തേക്ക് വരികയാണ്. നിങ്ങൾ എവിടെ, നിങ്ങൾക്ക് എന്ത് പറ്റിയും ചോദിക്കും. ആ സമയം നമ്മുടെ മൊട്ടപ്പൻ അവൻ പുറത്തേക്ക് വരും. അവന് പിന്നാലെയായി ഈ ഒരു പാറ തള്ളി നീക്കി ഇപ്പൊ ട്രങ്ക്സും ഒരു സൈഡിലൂടെ വരികയാണ്. അയ്യോ ഗോട്ടൻ അവനെ കാണാനില്ലെന്ന് പറയുമ്പോഴായിരിക്കും മൊട്ടപ്പൻ ഈ ഒരു പാറയുടെ അനക്കം കാണുക. ഗോട്ടൻ അവിടേക്ക് നോക്കും. അടുത്ത നിമിഷം ഒരു പല്ലി അങ്ങനെ ഉയർന്നു വരും. മൊട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഭയപ്പെടും. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ ഗോട്ടൻ. അവനാണെങ്കിൽ മൊട്ടപ്പനെ നോക്കി ചിരിക്കും. നീ പേടിച്ചു പോയല്ലേ? അതിന് മൊട്ടപ്പൻ പറയും, നീ എന്നെ പേടിപ്പിക്കുകയായിരുന്നു അല്ലേ? ആണെങ്കിൽ ഉച്ചത്തിൽ ഇപ്പൊ സുപ്രീം കായെ വിളിക്കും. അദ്ദേഹം എവിടെ? അതേസമയം ഇവിടെ ഒരുപാട് പരിക്കുകൾ പറ്റി വജീറ്റ പുറത്തേക്ക് വരികയാണ്. ഡാബുടി ആണെങ്കിൽ അതുകൊണ്ട് ഷോക്കാവും. ഓ വജീറ്റ ശരിക്കും ഭയങ്കര പവർഫുൾ ആണ്. മാജിക് ബൂ നിന്റെ അറ്റാക്കിൽ നിന്നും അവനിപ്പോ ജീവനം കൊണ്ട് രക്ഷപ്പെട്ടിരിക്കുകയാണ്. അവന്റെ അഹങ്കാരം അതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തതെന്ന് പറയും. ഇവിടെ മാജിക് ബൂ ആണെങ്കിൽ വീണ്ടും അവന്റെ പവർ അതങ്ങനെ കൂട്ടിയെടുത്ത് വജീറ്റയ്ക്ക് നേരെ തിരിയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.